അതാണ് ഈ കീമാൻ ഇൻഷുറൻസിൻ്റെ ഏറ്റവും വലിയ ഹ്യൂജ് ബെനിഫിറ്റ് എന്ന് പറയുന്നത്. കമ്പനി ഒരു വ്യക്തിയുടെ പേരിൽ ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന സമയത്ത് അത് ബിസിനസ് എക്സ്പെൻഡിച്ചറാണ്. റെസിഗ്നേഷൻ ഒന്നും കവർ ആവില്ല. ഒരു പർട്ടിക്കുലർ കീ എംപ്ലോയി നമ്മുടെ ഓഫീസിൽ നിന്ന് റിസൈൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് ഉള്ളിടത്തോളം ആണ് അല്ലേ, പെട്ടെന്ന് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവില്ലല്ലോ. ആ ഇൻഷുറൻസ് പോളിസിയുടെ സബ്ജക്ട് മാറ്റർ ആരാണ്? ഈ കീ എംപ്ലോയി ആണ്, ഈ കീ പേഴ്സൺ ആണ്. അദ്ദേഹം അവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കീ അല്ലല്ലോ. ഇതിലെന്തെങ്കിലും ടാക്സ് ഡിഡക്ഷൻ ഉണ്ടോ? അതാണ് ഈ കീമാൻ ഇൻഷുറൻസിൻ്റെ ഏറ്റവും വലിയ ഹ്യൂജ് ബെനിഫിറ്റ് എന്ന് പറയുന്നത്. കമ്പനി ഒരു വ്യക്തിയുടെ പേരിൽ ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന സമയത്ത് അത് ബിസിനസ് എക്സ്പെൻഡിച്ചറാണ്. ഇൻകം ടാക്സിൽ ഇതിൻ്റെ ബിസിനസ് എക്സ്പെൻഡിച്ചറായിട്ട് കണക്കാക്കുന്നു. ഓക്കെ, അപ്പോൾ സെക്ഷൻ 37 സബ്സെക്ഷൻ 1 ജനറൽ ക്ലോസ് ആണ്. ആ ജനറൽ ക്ലോസിൽ ഇത് നമ്മൾ എങ്ങനെയാണോ റെൻറ്റ് സാലറി ഒക്കെ കൊടുക്കുന്ന അതേപോലെ ഒരു ജനറൽ ഡിഡക്ഷനായിട്ടാണ് ഈ പറയുന്ന കീമാൻ ഇൻഷുറൻസ് പോളിസിൻ്റെ പ്രീമിയം വർക്ക് ചെയ്യുന്നത്. അതായത് ഇറ്റ്സ് എൻ അലോബിൾ എക്സ്പെൻഡിച്ചർ. ഓൺലി തിങ് ആ എക്സ്പെൻഡിച്ചർ അലോ ചെയ്യുന്ന സമയത്തും ഈ കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടായിരിക്കണം. അതാണ് അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻ്റ് ഉള്ള ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ക്ലെയിം ചെയ്യാൻ പറ്റും? ഇപ്പോൾ കീ എംപ്ലോയിക്ക് നമ്മൾ എന്ത് ക്ലെയിം വന്നാലൊക്കെ ചെയ്യാൻ പറ്റും? ക്രിട്ടിക്കൽ ഇൽനെസ് ആണോ, എന്താണ്? നോർമലി ഡെത്ത് ആണ്. റെസിഗ്നേഷൻ ഒന്നും കവർ ആവില്ല. ഒരു പർട്ടിക്കുലർ കീ എംപ്ലോയി നമ്മുടെ ഓഫീസിൽ നിന്ന് റിസൈൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് ഉള്ളിടത്തോളം ആണ് അല്ലേ, പെട്ടെന്ന് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവില്ലല്ലോ. കാരണം ആ വ്യക്തി കീമാൻ ഒരാൾ അവിടെ നിന്ന് പോകുന്ന സമയത്ത് അവിടെ നോട്ടീസ് പീരീഡ് ഉണ്ട് 2 months. അടുത്ത 2 മാസം നോട്ടീസ് പീരീഡ് നമ്മൾ വേറെ ആളെ കണ്ടുപിടിച്ചിട്ട് ആ റോള് നമ്മൾ ഏൽപ്പിക്കണം. ഞാനത് ചോദിക്കാൻ പോവായിരുന്നു. ഇപ്പോൾ ആ വ്യക്തി ആ കമ്പനിയിൽ നിന്ന് വേറൊരു കമ്പനിയിലേക്ക് പോകുമ്പോൾ ഈ ഇൻഷുറൻസ് ഓൾറെഡി ആളുടെ പേരിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ്? കഴിഞ്ഞു, അതോടുകൂടി ആ പർട്ടിക്കുലർ സാധനം കഴിഞ്ഞു, ആ പോളിസി കഴിഞ്ഞു. ആ വ്യക്തിയിലാണല്ലോ പോളിസി, കമ്പനിയിലല്ലോ പോളിസി. നമ്മൾ ആരെയാണ് ഇൻഷുറൻസ് ഇല്ലല്ലോ. അതിൻ്റെ ആ ഇൻഷുറൻസ് പോളിസിയുടെ സബ്ജക്ട് മാറ്റർ ആരാണ്? ഈ കീ എംപ്ലോയി ആണ്, ഈ കീ പേഴ്സൺ ആണ്. അദ്ദേഹം അവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കീ അല്ലല്ലോ. നമ്മുടെ സിസ്റ്റത്തിൽ ഉള്ളിടത്തോളം മാത്രമേ അദ്ദേഹം ഒരു കീ എംപ്ലോയി ആയിട്ടുള്ളൂ. സിസ്റ്റത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ അദ്ദേഹം കീ എംപ്ലോയി അല്ല. അപ്പോൾ നമ്മൾ ആ കീ എംപ്ലോയി എന്ന റോളിലേക്ക് വേറൊരു വ്യക്തിയെ കൊണ്ടുവരുന്നു. ആ പോസ്റ്റിനാണല്ലോ പ്രധാനം. അദ്ദേഹം മാറിക്കഴിഞ്ഞാൽ വേറെ പോളിസി.